പരിശുദ്ധ ഖുർആൻ വിശ്വാസികളോട് ഉണർത്തുന്ന കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, പരസ്പര സഹകരണത്തിൻ്റെ സന്ദേശങ്ങൾ വളരെ ഉത്കൃഷ്ടമാണ്, ഉദാത്തമാണ്. മുസ്ലിംകൾ അതുകൊണ്ട് തന്നെ ലോകതലത്തിൽ പരസ്പര സഹായ സഹകരണത്തിൽ, ചാരിറ്റിയിൽ, വിശക്കുന്നവനെ ഊട്ടുന്നതിൽ, അത്തരം മാനവികമായ കാരുണ്യ വിളംബരത്തിലും പ്രകാശനത്തിലും എന്നും എപ്പോഴും ഒരു പടി മുൻപിലാണ്. മറ്റുള്ള ഈശ്വരീയ ധർമ്മ പദ്ധതികളിലെല്ലാം ഇത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇസ്ലാമിക സമൂഹത്തിൽ വ്യാപകമായി തന്നെ വിശക്കുന്നവനെ ഊട്ടുക, ആഹാരം നൽകുക, സൽക്കാരം വിളമ്പുക, ഇത് ഏറെ പ്രാധാന്യമുള്ള മത ആത്മീയ പ്രവൃത്തിയായി, സത്കർമ്മമായി മുസ്ലിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനിയും അത് പ്രോത്സാഹിപ്പിക്കണം. അതിലേക്ക് ആളുകളെ ഇനിയും ശ്രദ്ധ വളർത്തണം, ഉയർത്തണം. എന്തുകൊണ്ട്? പാവപ്പെട്ടവരൊരു ഭാഗത്ത് ഇനിയുമുണ്ട്. ദാരിദ്ര്യവും വിശപ്പുമൊക്കെ പല ആളുകൾക്കും മാറിയിട്ടുണ്ടാകാം. എന്നാൽ സമൂഹത്തിലെ വലിയൊരു വിഭാഗം ഇപ്പോഴും ഒരു നേരത്തെ നല്ല ആഹാരം ലഭിക്കാൻ താല്പര്യപൂർവ്വം കാത്തിരിക്കുന്നവരാണ്. അവരെ സ്നേഹപൂർവം ഭക്ഷണം ഊട്ടുക പരിശുദ്ധ ദീൻ മുന്നോട്ട് വെച്ച വലിയൊരു കാര്യമാണത്. പ്രവാചകന്മാരുടെ മാതൃകയാണത്. അഹ്ലുൽ ബൈത്തിൻ്റെ, പ്രവാചക കുടുംബത്തിൻ്റെ താവഴിയാണത്. പരിശുദ്ധ ഖുർആൻ സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞു സൂറത്ത് ഹൂദ്, വലഖദ് ജാഅത് റുസുലുനാ ഇബ്രാഹീമ ബിൽ ബുശ്റാ ഖാലൂ സലാമാ ഖാല സലാമുൻ. സയ്യിദന ഇബ്രാഹീമിനെ സന്തോഷവാർത്ത അറിയിക്കുവാൻ നമ്മുടെ ദൂതന്മാർ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് ചെന്നു. അപരിചിതരായ ഒരു വിഭാഗം മനുഷ്യവേഷത്തിൽ. ഖാലൂ സലാമ, അവർ അഭിവാദ്യം നേർന്നു. തിരിച്ചറിയാത്തവരാണെങ്കിൽ പോലും ഖാല സലാമ, അവർക്ക് തിരിച്ച് പ്രത്യഭിവാദം. സയ്യിദന ഇബ്രാഹിം അവർക്ക് തിരിച്ച് പ്രത്യഭിവാദ്യം നൽകി. സലാമ, പരിചയമില്ലാത്തവരാണല്ലോ എന്ന് അദ്ദേഹം പ്രതികരിച്ചു. അപ്പോഴാ വന്ന ദൂതന്മാർ പറഞ്ഞു, അങ്ങ് ഭയപ്പെടേണ്ട, ഞങ്ങൾ അങ്ങയുടെ നാഥൻ്റെ ദൂതന്മാരാണ്. എന്നാൽ ഖുർആനിൻ്റെ ശൈലി പരിചയമില്ലാത്തവരാണല്ലോ എന്ന് പറഞ്ഞ് അവർ അഭിവാദ്യം ചെയ്തപ്പോൾ പ്രത്യുത്തരം നൽകി നേരെ പോവുകയാണ്. നേരം വൈകുന്നില്ല. പിന്നെ വന്നത് കുടുംബക്കാരാണോ, രക്തബന്ധുക്കളാണോ, ഉപകാരമുള്ളവരാണോ എന്നൊന്നും ആലോചിക്കാതെ ഫമാ ലബിസ അൻ ജാഅ ബിഇജ്ലിൻ ഹനീദ്, തടിച്ചു കൊഴുത്ത ഒരു നല്ല കുട്ടനെ അദ്ദേഹം പിടിച്ചുകൊണ്ടുവന്ന് അറുത്തു. ബിഇജ്ലിൻ ഹനീദ് എന്നാണ് സൂറത്ത് ഹൂദിൽ. സൂറത്തു ദാരിയാത്തിൽ ഫറാഗ ഇല അഹ്ലിഹി ഫജാഅ ബിഇജ്ലിൻ സമീൻ, നല്ല തടിച്ചു കൊഴുത്ത ഒരു കുട്ടനെ അല്ലെങ്കിൽ ഒരു പശുക്കുട്ടിയെ അറുത്തു, അവർക്ക് ആഹാരമായി വിളമ്പി. ഇവിടെ ഒരു തമാശ ഉണ്ട്. മുസ്ലിങ്ങളെല്ലാവരും പ്രവാചകന്മാരുടെ മാതൃകയിൽ വളർന്നാൽ സമ്പന്നരാകും. ഐശ്വര്യവും സമ്പത്തുമെല്ലാം ഒരു സത്യവിശ്വാസിക്ക് എപ്പോഴും നല്ലതാണ്. നിഅമൽ മാലു സ്വാലിഹു ലിൽ മർഇ സ്വാലിഹി, നല്ല വിധത്തിൽ സമ്പാദിക്കാൻ കഴിയുന്ന നല്ലവർക്ക് നല്ല ധനം വളരെ ഉത്തമമാണ്. സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാം വലിയ ധനികനായതുകൊണ്ടാണല്ലോ ബിഇജ്ലിൻ ഹനീദ്, ബിഇജ്ലിൻ സമീൻ എന്ന് പറഞ്ഞത്. നമ്മുടെ നേതാക്കന്മാരും പണ്ഡിതന്മാരും ഉസ്താദുമാരും ഒക്കെ സമ്പന്നരാണെങ്കിൽ നമുക്ക് ഈ രൂപത്തിലുള്ള സൽക്കാരമാണ് ലഭിക്കുക, ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം ചെയ്തതുപോലെ. അതല്ല പാവപ്പെട്ടവരും പട്ടിണി പാവങ്ങളുമായി നമ്മുടെ കാരണവന്മാരും നേതാക്കളുമൊക്കെ വന്നാലോ ഫജാഅ ബിദീക്കിൻ സഗീർ, ചെറിയ ഒരു കോഴിയെ പിടിച്ചു വന്നു എന്ന് പറയേണ്ടി വരും. സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ആ മാതൃക പ്രവാചക കുടുംബം എപ്പോഴും ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അവരെ പ്രകീർത്തിച്ചുകൊണ്ടാണ് പറഞ്ഞത്, വയുത്ഇമൂന തആമ അലാ ഹുബ്ബിഹി
മിസ്കീനൻ വ യതീമൻ വ അസീറൻ. ഇത് നാം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. അഹ്ലുൽ ബൈത്തിനെ ബീവി ഫാത്തിമത്തു സഹ്റ, സഹധർമ്മൻ സയ്യിദ്ന അലി റളിയല്ലാഹു അൻഹും അവരുമായി ബന്ധപ്പെട്ട ഒരു വിശേഷ ഭാഗങ്ങളാണിത്. ഇതെല്ലാ സത്യവിശ്വാസികൾക്കും ബാധകവുമാണ്. അവരെപ്പോഴും അവരുടെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? അവരെപ്പോഴും വയുത്ഇമൂന തഅമ, മറ്റുള്ളവർക്ക് ആഹാരം വെച്ച് വിളമ്പും. ചാരിറ്റിയായും നോമ്പുതുറയായും മൗലിദിൻ്റെ സദ്യയായും വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞും കാരണമില്ലാതെയും ആഹാരം വിളമ്പാനുള്ള അവസരം നോക്കിപ്പാർത്ത് നിൽക്കുന്നവരാണ് വിശ്വാസികൾ. അത് പരിഷ്കരണത്തിൻ്റെ പേരിലൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. മൗലിദും പരിപാടിയും ഭക്ഷണം വിളമ്പലും. വയുത്ഇമൂന തഅമ അലാ ഹുബ്ബിഹി, അവർക്ക് ത്വാമിനോട് ആഹാരത്തോട് അതിയായ ഇഷ്ടമുണ്ട്. അതോടൊപ്പം അവർ മറ്റുള്ളവർക്ക് വിളമ്പിക്കൊടുക്കും. ഇവിടെയും ഒരു സൂക്ഷ്മ അർത്ഥമുണ്ട്. എന്താണത്? ഭക്ഷണപ്രിയം എന്നത് മോശപ്പെട്ട കാര്യമൊന്നുമല്ല. ഭക്ഷണത്തോട് ഹുബ്ബുള്ളത് പരിശുദ്ധ ഖുർആൻ പ്രശംസിച്ചുകൊണ്ടാണ് പറഞ്ഞത് അഹ്ലുൽ ബൈത്തിനെ. വയുത്ഇമൂന തഅമ അലാ ഹുബ്ബിഹി, ആർക്കൊക്കെ കൊടുക്കണം? മതവും ജാതിയും വിഭാഗവും കക്ഷിയും ഒന്നും നോക്കണ്ട, എല്ലാവർക്കും കൊടുക്കണം. പരിശുദ്ധ ഖുർആൻ അയൽവാസിയാകട്ടെ അപരിചിതനാകട്ടെ ഏത് മതക്കാരനായാലും വയുത്ഇമൂന തഅമ അലാ ഹുബ്ബിഹി, ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്? മിസ്കീനൻ, പാവപ്പെട്ടവർ. സാധാരണഗതിയിൽ പാവപ്പെട്ടവർക്ക് കൊടുക്കണം. വയതീമൻ, അനാഥയ്ക്ക് നൽകണം. അനാഥകൾ അത് ശാലകളിൽ കഴിയുന്നവരായാലും കുടുംബങ്ങളിൽ കഴിയുന്നവരായാലും. വ അസീറൻ, ബന്ധനസ്ഥർക്ക്, തടവുപുള്ളിക്ക്. എൻ്റെ ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഖുർആനിൽ അസീറൻ എന്നൊരു വിഭാഗത്തെ ആഹാരം കൊടുക്കുന്നതിൽ തിരഞ്ഞെടുക്കേണ്ട വിഭാഗമായി ഖുർആൻ പറയുന്നു. ഒരു ഇസ്ലാമിക രാജ്യത്ത്, ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്കിൽ സ്വാഭാവികമായും തടവുപുള്ളി, യുദ്ധത്തിലോ മറ്റോ പിടിക്കപ്പെട്ട് കൊണ്ടുവരുന്ന ബന്ധനസ്ഥർ, അവർ സ്വാഭാവികമായും മറ്റ് മതവിശ്വാസികളായിരിക്കും. അവർ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അസീറൻ, തടവുപുള്ളി എന്ന അവസ്ഥയിൽ നിന്ന് വിമോചിതരാകും. അപ്പോൾ മറ്റ് മതവിഭാഗത്തിൽ തുടരുകയും ബന്ധനസ്ഥരായി തന്നെ, തടവുപുള്ളിയായി തന്നെ, അതായത് മറ്റ് മതവിഭാഗത്തിലുള്ളവർക്കും വയുത്ഇമൂന തഅമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വ അസീറൻ, ഈ ആഹാരം കൊടുക്കുന്നതിനൊന്നും തിരിച്ച് പ്രതീക്ഷിക്കരുത്, നിസ്വാർത്ഥമായി കൊടുക്കണം. ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ, നിങ്ങളിൽ നിന്ന് ഒരു പ്രതിഫലമോ തിരിച്ച് ഞങ്ങൾക്ക് ഇങ്ങോട്ടെന്തെങ്കിലും ചെയ്യണം, വേണ്ട, ഒരു നന്ദി വാക്ക് പോലും അവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല ഞങ്ങൾ. ഇതാണ് വിശ്വാസികളുടെ അടയാളമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞെങ്കിൽ മതവും ജാതിയൊന്നുമില്ല, എല്ലാവർക്കും ഉടനീളം വിളമ്പുക. ലാ യൻഹാക്കുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരിഹിം അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. നിങ്ങളോട് യുദ്ധത്തിനും എതിർപ്പിനുമൊന്നും വരാത്ത ഏത് വിഭാഗവും അവരോട് നന്മ ചെയ്യണം, നീതി പുലർത്തണം, അവർക്ക് ഉപകാരം ചെയ്യണം. അല്ലാഹു തആല അതൊന്നും ഒരിക്കലും മതത്തിൻ്റെ പേരിൽ തടഞ്ഞു വയ്ക്കാൻ പറ്റില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുവെങ്കിൽ ഇത്ആമുത് തആം വലിയ പുണ്യകർമ്മമാണ്. നമ്മളൊക്കെ വിചാരിക്കുന്നതിലേറെ വലിയ പുണ്യകർമ്മമാണ്. നിസ്കരിക്കുക, നോമ്പ് നോൽക്കുക, ഹജ്ജ് ചെയ്യുക, അങ്ങനെ അനുഷ്ഠാനങ്ങളിൽ നിർവൃതരാവുക നല്ല പണിയാണ്. എന്നാൽ അനുഷ്ഠാനങ്ങളിൽ നമ്മൾ അള്ളാഹുവിന് ഭക്തിമാർഗങ്ങൾ ചെയ്യുമ്പോൾ അത് വൈയക്തികമായ പുണ്യമാണ്. മറ്റുള്ളവരിലേക്ക് ചെന്നെത്തുന്ന നന്മകൾക്കാണ് ഒന്നുകൂടി പ്രാമുഖ്യം. ഫറളായ അനുഷ്ഠാനങ്ങളൊക്കെ നിർവഹിക്കുക, ബാക്കി സമയമൊക്കെ പരോപകാര പ്രവർത്തനത്തിന്, കാരുണ്യ സേവനത്തിന്, ആളുകൾക്ക് ആഹാരം വിളമ്പിക്കൊടുക്കാൻ, സഹായിക്കാൻ, ഇതാണ് ഏറ്റവും വലിയ പുണ്യകർമ്മമായി പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോഴും ചിലരൊക്കെ ധരിക്കുന്നത് പള്ളിയിൽ എഴുത്തിക്കാഫ് ഇരിക്കുക, ഖുർആൻ പാരായണത്തിലും നമസ്കാരത്തിലും ഒഴുകുക,
അതാണ് ഭക്തിയുള്ളവരുടെ വഴി. അങ്ങനെയല്ല, അത് അവരവരിൽ ഒതുങ്ങുന്ന പുണ്യമാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് സ്നേഹത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ കിരണങ്ങൾ നൽകുന്നത്, അതിനൊന്നുകൂടി ഇസ്ലാം മുൻതൂക്കം നൽകിയിരിക്കുന്നു. ഇമാം തബറാനി ഉദ്ധരിച്ച സഹിഹായ ഹദീസ്, സയ്യിദുന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരാൾ വന്ന് ചോദിക്കുക, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ നിവേദനം, യാ റസൂലല്ലാഹി അയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹ് വ അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്. നല്ല ചോദ്യമാണ്. അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവർ മനുഷ്യരിൽ ആരാണ്? അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട കർമ്മങ്ങളിൽ ഏതാണ്? ഏറ്റവും നല്ല കർമ്മം ഏതാണ്? ഏറ്റവും നല്ല വ്യക്തികൾ ആരാണ്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാധനാ മാർഗങ്ങളിൽ മുഴുകി പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് പോരാതെ സുജൂദിൽ കിടക്കുന്നവർ എന്നല്ല പറഞ്ഞത്. ഉള്ള കാശ് മുഴുവൻ ഉപയോഗിച്ച് എല്ലാ റമദാനിലും ദുൽഹജ്ജിലും ഉംറയ്ക്കും ഹജ്ജിനും പോകുന്നവർ എന്നല്ല പറഞ്ഞത്. അതൊക്കെ അളവിന് മതി. വളരെ വ്യക്തമായ കണിശമായ അളവുകൾ കൊണ്ട് അതെല്ലാം നിർണയപ്പെടുത്തിയിട്ടുണ്ട്. എപ്പോഴും ഉംറയ്ക്ക് പോകുന്നതും എല്ലാ വർഷവും ഹജ്ജിന് പോകുന്നതുമൊന്നും ശ്രേഷ്ഠമായ ഒരു ഭക്തിമാർഗമല്ലെന്നാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. പക്ഷേ ഇന്നും ഒരു കൂട്ടർക്ക് അങ്ങനെ ഉയരാനാണ് അന്ധമായ താല്പര്യം. ഇല്ല, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവർ ആരാണ്? അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട കർമ്മം ഏതാണ്? സുപ്രീം കോടതിയിലാണ് ചോദ്യം. സയ്യിദുന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, അഹബ്ബുന്നാസി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യൻ ആരാണ്? ജനങ്ങൾ ആരാണ്? അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം നൽകുന്നവൻ. സഹായമായി അതേത് രീതിയിലുമാകട്ടെ പ്രയോജനം ചെയ്യുക, സഹായ കാരുണ്യ സഹകരണ പ്രവർത്തനത്തിൽ മുഴുകി ആളുകൾക്ക് ഉപകാരം ചെയ്യുക, അവരാണ് ജനങ്ങളിൽ അള്ളാഹുവിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. അടുത്ത മറുപടി, വ അഹബ്ബുൽ അമാലി ഇലല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിലേക്ക് ഏറ്റവും സ്നേഹപ്പെട്ട പിരിശപ്പെട്ട കർമ്മം ഏതാണ്? സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം, ഒരു സഹോദരൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുക, വേദനിക്കുന്നവൻ്റെ വേദന മാറ്റുക, ചികിത്സ കൊണ്ട്, മരുന്നുകൊണ്ട്. അന്ധനായ ഒരാൾ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തെ കൈപിടിച്ച് ലക്ഷ്യത്തിലേക്കെത്തിക്കുക. ഔ തുക്ഷിഫു അൻഹു കുർബ, ഒരു ബുദ്ധിമുട്ട് നീക്കിക്കൊടുക്കുക തൻ്റെ സഹോദരന്. ഔ തഖ്ലി അൻഹു ദൈനൻ, അവൻ്റെ കടം വീട്ടിക്കൊടുക്കുക. ഔ തത്രുദു അൻഹു ജൂഅൻ, അല്ലെങ്കിൽ അവൻ്റെ വിശപ്പ് മാറ്റിക്കൊടുക്കുക. ഏറ്റവും പുണ്യകർമ്മമായി പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെച്ച ഏറ്റവും നല്ല നല്ല നിർദ്ദേശങ്ങൾ. ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റസൂലുള്ളാഹിയുടെ വിളംബരമാണ്, അത്ഇമുത് തആം വ അത്വീബുൽ കലാം, ആഹാരത്തെ നിങ്ങൾ വിളമ്പുവീൻ, ഊട്ടുവീൻ, സംസാരം നല്ലത് നടത്തുവീൻ. നല്ല സംസാരം, നല്ല ആഹാര വിതരണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ നിർദ്ദേശങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവരാണ് സത്യവിശ്വാസികൾ. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും ആരെങ്കിലും ഒന്ന് കടന്നു വരുമ്പോൾ എന്തെങ്കിലും ഒരു വെള്ളം കൊടുക്കാതെ കടന്നു വന്ന ഉടനെ തന്നെ സ്വീകരിച്ച് സൽക്കരിക്കും. ഇതാണ് ഇസ്ലാമിക സമൂഹം. അത് പരിശുദ്ധ പ്രവാചകർ പഠിപ്പിച്ച ഖുർആനിക ദർശനത്തിൻ്റെ വെളിച്ചാണ്. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നു, അബ്ദുല്ലാഹിബ്നു അംറിൽ നിന്ന് നിവേദനം, അന്ന റജുലൻ സഅലൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ വന്ന് തിരുനബിയോടൊരു അന്വേഷണം, അയ്യുൽ ഇസ്ലാമി ഖൈർ, നല്ല ചോദ്യ, ഇസ്ലാമിൽ നിന്ന് ഏതാണ് ഏറ്റവും ഉത്തമമായത്? ഏറ്റവും നല്ല ഇസ്ലാം ഏതാണ്? എന്തും പറയാമായിരുന്നു, പുണ്യങ്ങളെമ്പാടും ഉണ്ടല്ലോ. റസൂലുള്ളാഹിയുടെ മറുപടി, ഫഖാൽ, ഇമാം ബുഖാരി മുസ്ലിം, തുത്ഇമുത് തആം, നീ ആഹാരം നൽകുക, ഭക്ഷണം കൊടുത്ത് സൽക്കരിക്കുക. ഏറ്റവും നല്ല അയ്യുൽ ഇസ്ലാമി ഖൈർ എന്ന ചോദ്യത്തിന് മറുപടി, വതഖറഉസ് സലാം അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്, നീ അറിയുന്നവർക്കും അറിയാത്തവർക്കുമെല്ലാം സമാധാനം നൽകുക. അസ്സലാം,
സലാം പറയുക എന്നും അതിൻ്റെ വ്യാപകമായ അർത്ഥത്തിൽ എല്ലാവർക്കും സമാധാനമുണ്ടാക്കുക. നീ കാരണത്താൽ ഒരു ബഹളം, ഒരസമാധാനം ഉണ്ടാവരുത് നാട്ടിൽ. ആഹാരം കൊടുക്കുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ അധ്യാപനങ്ങളും ഇത് ഇന്ന് കൂടുതലായി പ്രചരിപ്പിക്കണം. കാരണം മാനവികമായ സമൂഹ മര്യാദകൾ മനുഷ്യർ വളരെ ഉയർന്നു, സാംസ്കാരികമായി വളരെ ഉയർന്നു. എന്നിട്ടും കൂടപ്പറപ്പുകളെ കാണാൻ, കാരുണ്യത്തിൻ്റെ വിത്തുകൾ വിതറാൻ പലർക്കും കഴിയുന്നില്ല. മതത്തിൻ്റെ പേര് പറയുന്ന, ഇസ്ലാമിൻ്റെ പേര് പറയുന്ന നമുക്ക് കാരുണ്യത്തിൽ മുന്നേറാൻ കഴിയണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ വളരെ കൂടുതലുണ്ട് ഈ വിഷയത്തിൽ. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇത് നാം പഠിക്കണം. നിസ്കാരവും നോമ്പും ദിക്റും ഒന്നും ഇല്ലെങ്കിൽ തന്നെയും നമ്മുടെ സഹോദരങ്ങളെയൊക്കെ ഒന്ന് വിളിച്ചു വരുത്തി നല്ല ഒരു സൽക്കാരം കൊടുക്കുക. എന്നിട്ട് സ്നേഹ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് പിരിയുക. ഏറ്റവും പുണ്യമാണ്. ആ കൂട്ടത്തിൽ ഒരാത്മീയമായ നല്ല അവസ്ഥയും കൂടി വീട്ടിലുണ്ടായാലോ. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറയുകയാണ്, അൽ ഹാഫിദുൽ മുൻദിരി ഇത് സഹീഹായി ഉദ്ധരിച്ചിരിക്കുന്നു, ലഅൻ അജ്മഅ ഇഖ്വാനി അലാ സാഇം മിൻ തആം. ഒരു നാഴി ആഹാരമുണ്ടാക്കി അത് ജനങ്ങൾക്ക്, എൻ്റെ കൂട്ടുകാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി ഞാനൊരു സദസ്സ് സംഘടിപ്പിക്കുന്നതാണ് അഹബ്ബു ഇലയ്യ മിൻ അൻ ഉഅ്തിഖ റഖബ. ഒരു അടിമയെ മോചിപ്പിക്കുന്നതിനേക്കാളും എനിക്ക് പ്രിയപ്പെട്ട അമല്. അടിമയെ മോചിപ്പിച്ച് രക്ഷപ്പെടുത്തുന്നത് പുണ്യം. എന്നാൽ അതിലേറെ പുണ്യമായി ഞാൻ കാണുന്നത് എൻ്റെ കൂട്ടുകാർക്ക് ആഹാരം വിളമ്പലാണ്. അൽ ഇമാമുൽ ഗസാലി തൻ്റെ ഇഹ്യായിൽ ഉദ്ധരിച്ചത് കാണാം, സത്യവിശ്വാസി മാന്യനും സംസ്കാര സമ്പന്നനുമായാൽ അവൻ എപ്പോഴും ചെയ്യുന്ന നല്ല സ്വഭാവങ്ങളാണ് ത്വയ്യിബു സാദിഹി ഫീ സഫരി. അവൻ്റെ യാത്രയിലൊക്കെ അവൻ കൂടെയുള്ളവർക്കും അല്ലാത്തവർക്കും ആഹാരം, അതും സംശുദ്ധമായ ആഹാരം, വ ബദ്ലുഹു ലി അസ്ഹാബിഹി, കൂടെയുള്ളവർക്കൊക്കെ വിനിയോഗിക്കുക. കൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെ ആളെ ഒന്നും നോക്കണ്ട, അവർക്കൊക്കെ ആഹാരം അധികമായി കൊടുക്കുക. ഇതാണ് മാന്യതയുടെ ലക്ഷണമെന്ന് അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. സഹാബത്ത് യജ്തമിഊന അലാ ഖിറാഅത്തിൽ ഖുർആൻ, കൂട്ടമായി ഖുർആൻ ഓതുക, നല്ല വർത്തമാനങ്ങൾ പറയുക, അതിനുവേണ്ടി സംഘടിപ്പിക്കുന്ന സദസ്സുകൾ. എന്നാൽ വലാ യതഫറഖൂന ഇല്ലാ അൻ ദവാഖ്, എന്തെങ്കിലും ഒരു ഷീർണി, ഒരു നഫ്ഹ, ഒരാഹാരം വിളമ്പി വിതരണം ചെയ്യാതെ അവർ പിരിഞ്ഞു പോവുകയില്ല. അതുകൊണ്ട് ഒരു തത്വം തന്നെ നടപ്പിലാക്കിയിരിക്കുന്നു മഹാന്മാർ. ഇജ്തിമാഉൽ ഇഖ്വാനി അലൽ കിഫായത്തി മഅൽ ഉൻസി വൽ ഉൽഫ ലൈസ ഹുവ മിനദ് ദുനിയ. ആടാനും കൂടാനും പറയാനും പിരിയാനും സഹോദരങ്ങൾ തമ്മിൽ ഒരുമിച്ച് കൂടുക, വേറെ ഒരു ആത്മീയ പരിപാടി ഇല്ലെങ്കിൽ പോലും ലൈസ ഹുവ മിനദ് ദുനിയ, അത് കേവല ഐഹികമായ തമാശയിൽപ്പെട്ടതല്ല. അപ്പം കുടുംബ സംഗമങ്ങൾ, നമ്മുടെയൊക്കെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ അതിലെല്ലാവരെയും വിളിച്ചു വരുത്തി ആഹാരം കൊടുത്ത് സന്തോഷിച്ച് നല്ല വർത്തമാനം പറഞ്ഞ് പിരിയുക, അതൊരിക്കലും ലൈസ മിനദ് ദുനിയ, ഐഹികമായ പ്രവർത്തനങ്ങളിൽപ്പെട്ടതല്ല എന്നാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ തത്വം തന്നെ. അതിലേക്ക് വളരുക. അതുകൊണ്ട് മതനിഷേധിയുടെ സ്വഭാവം എന്താണ്? പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാ യഹുല്ലൂന അലാ തആമിൽ മിസ്കീൻ, പാവപ്പെട്ടവർക്ക് ആഹാരം കൊടുക്കാൻ അവർ തയ്യാറാവുകയില്ലെന്ന് മാത്രമല്ല, അതിനെ അവർ പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയുമില്ല. ഏതെങ്കിലും മൗലീദിൻ്റെയും ഉറൂസിൻ്റെയും നല്ല സംഗമത്തിൻ്റെയും പേരിൽ പാവപ്പെട്ടവർക്കൊക്കെ ആഹാരം വിളമ്പുകയാണെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. മതനിഷേധി അതിനെ പ്രോത്സാഹിപ്പിക്കുകയില്ല. വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ, ആ വിഭാഗത്തിലല്ല പെടേണ്ടത്. പിന്നെയോ വയുത്ഇമൂന തആമ അലാ ഹുബ്ബിഹി, ആ ഒരു വിതരണ രീതി, ആ ഒരു കൈയഴിഞ്ഞ ചാരിറ്റി ഇന്ന് പല സ്ഥാപനങ്ങളും ചാരിറ്റിക്ക് വേണ്ടി അൽഹംദുലില്ലാ ഇസ്ലാമിക സമൂഹത്തിൽ വ്യാപകമായി പ്രവർത്തിക്കുന്നു. അവരെല്ലാവരും അള്ളാഹുവിൻ്റെ മാർഗത്തിലെ പടയാളികളാണ്. തീർച്ചയായും ആ ഒരു മുന്നേറ്റത്തിൽ നമുക്കൊരു കുതിച്ചു ചാട്ടം ഇനിയും ഇനിയും നല്ലതാണ്. എല്ലാവരുടെയും മനസ്സ് സന്തോഷിക്കട്ടെ. അതുവഴി നമുക്ക് അള്ളാഹുവിൻ്റെ പ്രിയം ഏറ്റെടുക്കാം. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.